സഞ്ജു വി സാംസൺ പിന്നെയും ഇന്ത്യൻ ക്രിക്കറ്റിൽ പിന്നെയും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അയർലൻഡിനെതിരെ നടന്ന 2 മത്സരങ്ങളിലും സഞ്ജു വി സാംസൺ സമ്പൂർണ്ണ പരാജയമായിരുന്നു. സഞ്ജു വി സാംസൻ്റെ രക്തത്തിന് വേണ്ടി പിന്നെയും മറുപടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടായിട്ടുള്ള T20 പരമ്പരയിൽ ചിലപ്പോൾ 1-2 കളികളും കൂടി ആണെങ്കിൽ സഞ്ജു സാംസനെ പരീക്ഷിക്കും. ക്ലിക്ക് ആയെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആരാ വൈഭവ് സൂര്യവംശിയ. അഭിഷേക് ശർമ്മയാണെങ്കിൽ അവർ അടിച്ച് 20 ബോളിന് 50 റൺസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. വൈഭവിനെ ഇറക്കുക എന്നുള്ളൊരു മുറവിളി കൂടാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് സഞ്ജു ഒന്ന് അലേർട്ടായിട്ടിരിക്കണം. സഞ്ജുവിനൊന്നും തെളിയിക്കാനില്ല. കാരണം ആദ്യ പകുതിയിലെ വേൾഡ് കപ്പിന് ഉണ്ടാവുന്ന സഞ്ജു, 2ാം പകുതിയിൽ മാത്രം വേൾഡ് കപ്പിനായിരുന്നു സഞ്ജു. മാൻ ഓഫ് ദ സീരീസ് എടുത്തുകൊണ്ട് നമ്മൾ കണ്ടു. മാൻ ഓഫ് ദ സീരീസ് വാട്ട് പെർഫോമൻസ് സഞ്ജു തെളിയിക്കാനൊന്നുമില്ല. പക്ഷേ വൈഭവിൻ്റെ പോലത്തെ ഒരു കളിക്കാരൻ അവിടെ ബെഞ്ചിലിരിക്കുമ്പോൾ സഞ്ജു ഇമാതിരി മോശം പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ടീം താൽക്കാലികമായി പുറത്തേണ്ട നിർബന്ധ ബുദ്ധി ടീം മാനേജ്മെൻറ്റ് വരും. അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഇനി നെക്സ്റ്റ് കിട്ടുന്ന ഏത് അവസരമാണെങ്കിലും 30+ റൺസെങ്കിലും ക്വിക്കായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക സഞ്ജു. അതന്നെ രക്ഷയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഓപ്പണിംഗ് സ്ഥാനം ബുദ്ധിമുട്ടാണ്.